പരിസരബോധം വന്ന സിദ്ധാർത്ഥ് നീലിമയിൽ നിന്ന് വളരെ പതുക്കെ അകന്നു മാറി. അപ്പോൾ അവന്റെ അസിസ്റ്റന്റ് പുറത്തുനിന്ന് കയറി വരാൻ അനുവാദം ചോദിച്ചു. നാശം, വരാൻ കണ്ട നേരം. സിദ്ധാർത്ഥ് പിറുപിറുത്തു. മുഷിച്ചിലോടെ എഴുന്നേറ്റ് സിദ്ധാർത്ഥ് കയറി വരാൻ പറഞ്ഞു. സോഫയിൽ കിടന്നുറങ്ങുന്ന നീലിമയെ കണ്ട അസിസ്റ്റന്റ് സിദ്ധാർത്ഥിന്റെ നേർക്ക് ആശ്ചര്യത്തോടെ നോക്കി. എന്താ കാര്യം? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് സർ, ലാവണ്യ മാഡം സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് അല്പം പരുങ്ങലോടെ പറഞ്ഞു. ലാവണ്യ അവിടേക്ക് വരുന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമല്ലെന്ന് അയാൾക്കറിയാം. അതിന്റെ വഴക്ക് തനിക്ക് കിട്ടുമോന്ന് അയാൾ ഭയന്നു. അയാൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ലാവണ്യയുടെ പേര് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം മാറി. അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി. അയാൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. സർ, അത് പിന്നെ സാർ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. സോ മാഡം പുറത്ത് നിൽപ്പുണ്ട്, അസിസ്റ്റന്റ് പറഞ്ഞു. ഓ കോപ്പ്, എന്നാ വരാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ലാവണ്യ നീലിമയെ കാണട്ടെ എന്ന് കരുതി തന്നെയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത്. അസിസ്റ്റന്റ് പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ ലാവണ്യ അകത്തേക്ക് വന്നു. സിദ്ധാർത്ഥിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ലാവണ്യ പതിവിലും കൂടുതൽ ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്താണ് വന്നത്. അവൾ ധരിച്ചിരുന്ന വയലറ്റ് ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഹായ് സിദ്, ക്യാബിനിൽ കയറിയ പാടെ ലാവണ്യ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് ഇഷ്ടമാവാത്ത മട്ടിൽ അവളെ രൂക്ഷമായി നോക്കി. നീ എന്തെവിടെ? എന്തിനാ ഓഫീസിലേക്ക് വരുന്നേ? സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട ലാവണ്യ ആകെ വല്ലാതെയായി. അവനത്ര രൂക്ഷമായി തന്നോട് ഓഫീസിൽ വെച്ച് സംസാരിക്കുമെന്ന് ലാവണ്യ കരുതിയിരുന്നില്ല. ഇതെന്താ സിദ്ധാർത്ഥ്, നീ ഇങ്ങനെ എപ്പോഴും എന്നെ കണ്ടപാടെ ചാടിക്കടിക്കാൻ വരുന്നത്? ഇതിനു മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തേ? ലാവണ്യ ചോദിച്ചു. സിദ്ധാർത്ഥ് അത് കേട്ട് മറുപടി പറയാതെ അവളെ നോക്കി. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്ന ലാവണ്യയോട് സിദ്ധാർത്ഥിന് വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായി മറ്റു സ്ത്രീകളെപ്പോലെ ലാവണ്യയും തന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന് തീരെ ഇഷ്ടമാവുന്നില്ലായിരുന്നു. അങ്ങനെയുള്ളവരെ പൊതുവെ സിദ്ധാർത്ഥ് അടുപ്പിക്കാറുമില്ല. അതിന്റെ ദേഷ്യമാണ് അവന് ലാവണ്യയോട് ഉണ്ടായിരുന്നത്. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് ലാവണ്യയെ നോക്കി പറഞ്ഞു. അപ്പോഴൊന്നും ലാവണ്യ നീലിമ അവിടെ ഉള്ളത് കണ്ടില്ലായിരുന്നു. ലാവണ്യ അവന്റെ പെരുമാറ്റത്തിൽ വല്ലാതെ ആയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി. ഞാൻ നിനക്ക് ഇത്തിരി പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഗീതാന്റിക്ക് വളരെ ഇഷ്ടമാണ് ഞാനുണ്ടാക്കുന്ന പായസം. ലാവണ്യ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ഞാൻ പായസം അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് വേണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ലാവണ്യയുടെ മുഖം വാടി. അവൾ പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയ്യോ സിദ്ധു, അങ്ങനെ പറയല്ലേ. ഞാൻ നിനക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഇതുണ്ടാക്കിക്കൊണ്ടുവന്നത്. ലാവണ്യ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് പായസം വേണോന്ന്? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധു, നീ എന്താ ഇങ്ങനെ? ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, അല്ലാതെ ശത്രു ഒന്നും അല്ലല്ലോ. പക്ഷെ നിന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെ തോന്നൂ, ലാവണ്യ പറഞ്ഞു. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. അവന്റെ മൗനം സമ്മതമായി കണ്ട് ലാവണ്യ തുടർന്നു. വാ സിദ്ധു, പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇത്തിരി പായസമെങ്കിലും കുടിക്കണം. ലാവണ്യയുടെ സംസാരം കേട്ട് നീലിമ ഉണരുമോ എന്നായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ചിന്തിച്ചത്. സിദ്ധാർത്ഥ് എന്തോ ആലോചിക്കുന്നത് കണ്ട് ലാവണ്യ അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. സിദ്ധു വാ, അവിടെ ഇരിക്കാം. ലാവണ്യ കയ്യിൽ പിടിച്ചത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. ഛേ, സിദ്ധാർത്ഥ് വെറുപ്പോടെ അവളുടെ കൈ തട്ടി മാറ്റി. പെട്ടെന്ന് അവൻ അങ്ങനെ പ്രതികരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. സോറി സിദ്ധു, ഞാൻ അറിയാതെ. ലാവണ്യ വാക്കുകൾ കിട്ടാതെ പതറി. പായസം ഞാൻ കുടിച്ചോളാം, നീ പോവാൻ നോക്ക്. അധികം സമയം അവളെ അവിടെ നിർത്താൻ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചില്ല. സിദ്ധാർത്ഥ്, ഞാൻ ഇത്ര പാടുപെട്ടു ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, ഇത്തിരി കഴിച്ചൂടെ? ലാവണ്യ സങ്കടത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. അവന്റെ സമ്മതം നോക്കി നിൽക്കാതെ ലാവണ്യ പായസം ബോക്സ് തുറന്നു. മുറിയാകെ പാൽ പായസത്തിന്റെ മധുര ഗന്ധം നിറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും ഭാവമാറ്റമൊന്നുമില്ല. പായസം പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകരാൻ ശ്രമിച്ചപ്പോഴാണ് സോഫയിൽ കിടന്നുറങ്ങുന്ന നീലിമയെ ലാവണ്യ കാണുന്നത്. പെട്ടെന്ന് അവളെ അവിടെ കണ്ടപ്പോൾ ലാവണ്യ സ്തംഭിച്ചുപോയി. ലാവണ്യ നീലിമയെ കണ്ട് അമ്പരന്ന് നിൽക്കുന്നത് സിദ്ധാർത്ഥം ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥ്, ഇവളെന്താ ഇവിടെ? ലാവണ്യ ചോദിച്ചു. ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ സിദ്ധാർത്ഥ് പറഞ്ഞു. നീ വന്ന കാര്യം നടത്തിട്ട് പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. ലാവണ്യ ദേഷ്യത്തോടെ നീലിമയെ നോക്കി. സിദ്ധാർത്ഥ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലാവണ്യ നീലിമയെ ഓഫീസിൽ നിന്ന് തന്നെ തല്ലി ഇറക്കിയേനെ. അവിടെ നടക്കുന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു നീലിമ. സിദ്ധു, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. ഇവളെന്താ ഇവിടെ? ലാവണ്യ ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്റെ ക്യാബിനിൽ അങ്ങനെ പലരും വരും,
അതൊന്നും നീ അന്വേഷിക്കണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞു. പക്ഷെ വിട്ടുകൊടുക്കാൻ ലാവണ്യ ഒരുക്കമായിരുന്നില്ല. അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. എനിക്കറിയണം, ഞാൻ വന്നപ്പോ ഇഷ്ടമാവാതെ നിന്ന നീ എന്തുകൊണ്ടാ ഇവളിവിടെ കിടത്തി ഉറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ സിദ്ധു. ലാവണ്യക്ക് ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിട്ടു പോയിരുന്നു. ഇതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇറങ്ങിപ്പോ എന്റെ ഓഫീസിൽ നിന്ന്. മേലെ വന്നു പോരുത്, സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇല്ല, ഞാൻ പോകുന്നില്ല. ഇവള് നിന്റെ ആരാണ് എന്ന് എനിക്ക് അറിയണം, എന്നിട്ടേ ഞാൻ പോവൂ, ലാവണ്യ പറഞ്ഞു. വെറുതെ ഒച്ചെടുത്തൊരു സീനുണ്ടാക്കാതെ പോകുന്നുണ്ടോ നീ, സിദ്ധാർത്ഥ് പറഞ്ഞു. ബഹളം കേട്ട് നീലിമ ഉണരുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ലാവണ്യവും മനസ്സിലാക്കിയിരുന്നു. കണ്ടോ, നീ ഇപ്പൊ പോലും അവൾ ഉണരുമെന്ന് പേടിച്ചല്ലേ ശബ്ദം കുറച്ച് സംസാരിക്കുന്നത്, ലാവണ്യ പറഞ്ഞു. ആയിരിക്കാം, അല്ലായിരിക്കാം, അതിന് നിനക്കെന്താ പ്രശ്നം, സിദ്ധാർത്ഥ് ചോദിച്ചു. എനിക്ക് പ്രശ്നമുണ്ട്. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാ ഞാൻ. ഞാൻ പോലും ഈ ഓഫീസിൽ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇവള് വന്നപ്പോ ക്യാബിനിൽ കയറ്റിക്കിടത്തി ഉറക്കിയേക്കുന്നു. അതിന് നിനക്ക് പ്രശ്നമില്ലേ? എന്നേക്കാൾ വലുത് നിനക്ക് ഇവളാണോ, സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ലാവണ്യ ചോദിച്ചു. അതിനുത്തരം പറയാൻ സിദ്ധാർത്ഥിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അതെ, എനിക്ക് നീലിമ തന്നെയാണ് വലുത്, സിദ്ധാർത്ഥ് കൂസലില്ലാതെ പറഞ്ഞു. അങ്ങനെയെങ്കിലും ലാവണ്യ തന്റെ അടുത്തുള്ള താല്പര്യം അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി കൂടിയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത്. ലാവണ്യ അത് വല്ലാതെ വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സിദ്ധാർത്ഥ് കാണാതെ ലാവണ്യ കണ്ണു തുടച്ചു. ഇനിയൊന്നും അറിയാനില്ലല്ലോ, എങ്കിൽ പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധു, നിനക്ക് എന്നേക്കാൾ ഇഷ്ടം ഈ ആണെന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായെന്ന് നിനക്കറിയോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.